ഇപ്പോൾ നിതിൻ രാജിന്റെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളെ കാണുകയാണ്. തത്സമയം അതിലേക്ക്. ഫസ്റ്റ് ഘട്ടമാണ് അത്, അതിൻ്റെ വഴിക്ക് തന്നെ നീങ്ങുകയാണ്. പക്ഷേ എല്ലാ പഴുതുകളും വളച്ച് ഒരു പ്രതി പോലും രക്ഷപ്പെടാൻ പാടില്ല. എല്ലാവരെയും ഞങ്ങൾ ആദ്യമേ പറഞ്ഞിരുന്ന റാമിനെയും ശ്രീലേഖയെയും ഈ നിയമത്തിൻ്റെ സംഗീതയെയും ഈ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് എല്ലാവിധമായ എന്തൊക്കെ തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ എൻ്റെ മോനെതിരെ അവർക്ക് തക്കതായ ശിക്ഷകൾ തന്നെ വാങ്ങിക്കൊടുത്തിരിക്കണം. അതുപോലെ തന്നെ പ്രിൻസിപ്പലിൻ്റെ റൂമിൽ നടന്ന ആ ഹരാസ്മെൻറ്റ് ഒരു 21 വയസ്സുകാരനോട് ചെയ്യാൻ പാടില്ലാത്തതാണ്. അപ്പോൾ അതിനെതിരെയും അവിടെ ആരൊക്കെയാണ് അതിനെതിരെ പ്രവർത്തിച്ച അധ്യാപകർ അവർക്കെതിരെ നിയമമില്ലാ വകുപ്പുകൾ ചുമത്തി വാറണ്ടോടുകൂടി തന്നെ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ച് മാന്യമായിട്ടുള്ള ശിക്ഷ അവർക്ക് വാങ്ങിക്കൊടുക്കണം. എന്നാലും എൻ്റെ മോൻ്റെ മരണത്തിന് നീതി കിട്ടും. എൻ്റെ മോൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഒരു സാധാ കുടുംബത്തിൽ നിന്ന് പഠിച്ച് വളർന്ന് നല്ല മെറിറ്റ് സീറ്റിൽ കയറി അവിടെ പഠിക്കാൻ വന്നതാണ്. എന്ത് സംഭവിച്ചാലും നിങ്ങളെല്ലാം ഓരോ പ്രാവശ്യവും പറയുന്ന വാർത്തയാണ്. എന്ത് സംഭവിച്ചാലും ഞാനൊരു ഡോക്ടറായി തന്നെ അവൻ്റെ സുഹൃത്തിൻ്റെ ശബ്ദ സന്ദേശത്തിൽ തന്നെ പറയുന്നുണ്ട്, പുറത്തു വരും. അതുപോലെ അവൻ്റെ അമ്മയ്ക്ക് സുഖമില്ലാതെ കിടക്കുമ്പോൾ എല്ലാ ആഴ്ചയിലും ഇപ്പോൾ വീട്ടിൽ വരുന്ന ഒരു വിദ്യാർത്ഥിയാണ്. എല്ലാ വെള്ളിയാഴ്ചയും 5:30 7:30 ട്രെയിൻ കയറി വീട്ടിൽ വന്ന് അമ്മയെയും മാതാവിനെയും അതേപോലെ പിതാവിനെയും സഹോദരങ്ങളൊക്കെ ആശ്വസിപ്പിച്ച് ഞങ്ങൾക്കൊരു നല്ലൊരു ഊർജിതമായി നിൽക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മകൻ നഷ്ടപ്പെട്ടതിലുള്ള വേദന ഒരു വശത്ത്, രണ്ടാമത് അവനെ ഇല്ലാതാക്കിയവരുടെ ആ ശിക്ഷാവിധി കാത്തിരിക്കാൻ നോക്കുന്ന ഞങ്ങൾ, അച്ഛന് മാത്രമല്ല ഒരുപറ്റ നാട്ടുകാരുണ്ട് അവിടെ. അവനെ സ്നേഹിക്കുന്ന നിരവധി ആളുകളുണ്ട്, അവൻ്റെ ബന്ധുജനങ്ങളുണ്ട്, അവൻ്റെ സുഹൃത്തുക്കളുണ്ട്. എന്തൊക്കെ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും, ഏത് രീതിയിൽ വളച്ചൊടിക്കാൻ ശ്രമിച്ചാലും അവസാനം വരെ ഈ അച്ഛൻ അതിനുവേണ്ടി ഇറങ്ങും. ഇനിയൊരു നിതിൻ രാജുവോ ഇനിയൊരു രോഹിത് വെമുലയോ ഇനിയൊരു സിദ്ധാർത്ഥനോ ഈ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല. കാമ്പസിൻ്റെ ആത്മഹത്യാ ഭീഷണികളും ആത്മഹത്യകളും ഇതോടുകൂടി എല്ലാം പാടെ നിർത്തിക്കൊണ്ട് നല്ല എൻ്റെ മരണത്തിന് ഉത്തരവാദികളായ എല്ലാവരെയും പിടിക്കണം. അതുപോലെ ഈ കാമ്പസിൽ ഇനിയൊരു ആത്മഹത്യ ഉണ്ടാവാൻ പാടില്ല. ഈ അച്ഛൻ്റെ ഒരു ഏളിയ അപേക്ഷ. അന്വേഷണം അതിൻ്റെ ഘട്ടത്തിൽ പോകുന്നു. ഫസ്റ്റിൽ ഒരു തൃപ്തിയായിട്ടാണ് പോകുന്നുണ്ടെങ്കിലും റാമിനെ ഇതുവരെയും പിടിച്ചില്ല. അതിലൊരു തൃപ്തി അല്ലാത്തതായിരിക്കും ഒന്നത്. രണ്ടാമത് ശ്രീലേഖയെയും പിടിച്ച് സംഗീതയെയും പിടിച്ചിട്ടില്ല. അപ്പോൾ റാമിനെയും സംഗീതയെയും കേരള പോലീസ് എന്ന് പറയുമ്പോൾ എന്ത് കുറ്റം ചെയ്തവരെയും ഓൾറെഡി അപ്പോൾ പിടിക്കുന്ന ഒരു ഘട്ടമാണല്ലോ. പക്ഷേ അതിലൊരു വീഴ്ച വരാതെ ഇനി എത്രയും പെട്ടെന്ന് അവരെ നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരണം. അപ്പോൾ അതിൻ്റെതായ രീതിയിൽ അന്വേഷണം തൃപ്തികരമായി മുന്നോട്ട് ഇനി പോകുമെന്നാണ് എൻ്റെ വിശ്വാസം. കമ്മീഷണറെല്ലാം പറഞ്ഞിരുന്നെങ്കിലും ഇനിയും നാളെയും അതിനെക്കുറിച്ചൊക്കെ വിശദമായി ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ ബോധിപ്പിക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ തെളിവെടുപ്പ് മറ്റുള്ള കാര്യങ്ങൾ നാളെയും സംസാരിക്കാനുണ്ട്. അപ്പോൾ അത് കഴിഞ്ഞ് പറയാം. ലോണാപ്പുമായി ബന്ധപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞാൻ താമസിക്കുന്ന അവിടെ 80% ജനങ്ങളും ആൾക്കാരും മക്കളെ പഠിപ്പിക്കുന്നത് മൈക്രോ ഫൈനാൻസ് ലോൺ എടുത്തും ചിട്ടിയെടുത്തും ആപ്പ് ലോണുകൾ എടുത്തും തന്നെയാണ്. കാരണം ഞങ്ങളുടെ ഗ്രാമപ്രദേശമാണ്. അവിടെ ഈ രീതിയിലൊന്നും ഒരു കുട്ടിയെ പഠിപ്പിച്ചു വരാനൊന്നും പറ്റില്ല. അപ്പോൾ എൻ്റെ അറിവോടുകൂടി ലോണാപ്പ് എടുത്ത് അമ്മയുടെ ചികിത്സാർത്ഥം ലോണാപ്പ് മുടങ്ങി. അത് ഞങ്ങൾ അടയ്ക്കാൻ ബാധ്യസ്ഥരായിരുന്നു. പക്ഷേ കോളേജിൻ്റെ ഭാഗത്ത് നിന്ന് ഒരു കോൾ പോലും വന്നിട്ടുമില്ല. അല്ലെങ്കിൽ ഇവനെ മാറ്റി നിർത്തിയിട്ട് നിങ്ങൾ മാതാപിതാക്കൾ കയറി വരുമോ, അല്ല അവൻ്റെ അളിയനും അച്ഛനും കയറി വരുമോ, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അങ്ങനെയുമായി ബന്ധപ്പെട്ട് ഒന്നും പറഞ്ഞിട്ടുമില്ല. അപ്പോൾ അവർ ആത്മഹത്യ പ്രേരണയിലേക്ക് തന്നെയാണ് എൻ്റെ മോനെ അവർ തള്ളിവിട്ടത്. അല്ലെങ്കിൽ ഒരു വീട്ടിൽ ഒരു കാര്യങ്ങൾ വിളിച്ച് അറിയിച്ചിട്ടോ മറ്റുള്ള ഒരു കാര്യമോ ചെയ്തിട്ടില്ല. അതെ, കാരണം അദ്ദേഹത്തിന് ഒന്നും വ്യക്തതയല്ലല്ലോ. 2-2.5 മാസത്തിനകത്തെ ആയുള്ള അവിടെ നിയമനം നടത്തിയിട്ട് ഒരു കാര്യങ്ങളും അദ്ദേഹത്തിന് അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളാണ് പറയുന്നത്. പല കാര്യങ്ങളിലും രേഖാമൂലം പരാതി കൊടുക്കാൻ പോയിട്ട് അദ്ദേഹം തന്നെ അദ്ദേഹത്തിൻ്റെ മുൻപിരുന്ന പ്രിൻസിപ്പാൾ തന്നെ പറഞ്ഞിട്ടുണ്ട് അവിടെ ഒരു കാര്യവും. സഞ്ചരക്കണ്ടി ദന്തൽ കോളേജിൽ ജീവനൊടുക്കിയ വിദ്യാർത്ഥിയായ നിതിൻ രാജിന്റെ കുടുംബം കണ്ണൂർ കമ്മീഷൻ ഓഫീസിലെത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് മാധ്യമങ്ങളോട് സംസാരിച്ചത്. കുറ്റക്കാരായ അധ്യാപകരെ ഉടനടി പിടികൂടണമെന്ന ആവശ്യമാണ് കുടുംബം മുന്നോട്ട് വയ്ക്കുന്നത്.